ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കാന്തിക ലോകത്തെ അത്ഭുതം എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ മാഗ്നറ്റിക് അപ്പം നമ്മൾ 5ാം ക്ലാസ്സിലെ സയൻസ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 6ാം ക്ലാസ്സിലെ സയൻസിലേക്ക് നമ്മൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണിത്. അപ്പം നമുക്കറിയാം മാഗ്നറ്റ് അല്ലേ, മാഗ്നറ്റ് കൊണ്ട് നമുക്കറിയാം ലൈഫിൽ നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ് മാഗ്നറ്റ്. പല കാര്യങ്ങളിൽ ഇതേ ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി നമ്മുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ അമ്മമാരെ അച്ഛന്മാരെയും പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സിലും എന്തുണ്ട്, നമ്മുടെ മൊബൈലിൽ അല്ലെ, ലോക്ക് സ്ക്രീൻ എല്ലാത്തിലും എന്താണുള്ളത്, ഈ പറയുന്ന മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു PSC ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലേ, നമുക്ക് എന്തൊക്കെയാണോ ഇതിനകത്ത് കുറേ എക്സ്പെരിമെന്റ്സ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ഒരു PSC ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം എല്ലാം കണ്ടോ, ഇതെല്ലാം എക്സ്പെരിമെന്റ് ആണ്. കാന്ത ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാനും ബട്ടർഫ്ലൈനെ ഉണ്ടാക്കിയിട്ട് പറപ്പിക്കാനും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റുകള് നമുക്കറിയാം 2 ടൈപ്പ് ഉണ്ട് അല്ലെ, കാന്തിക വസ്തുക്കളും അകാന്തിക വസ്തുക്കളും അല്ലെ. നമ്മള് സുതാര്യം അതാര്യം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ല. അതേപോലെ തന്നെ എന്താണ്, കാന്തം ആകർഷിക്കുന്നവയാണ് നമ്മൾ പറയുന്നത് കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന്. കാന്തം ആകർഷിക്കാത്തവയെ എന്ത് പറയും? അകാന്തിക വസ്തുക്കൾ അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പൊ കാന്തം ആകർഷിക്കുന്നതിൽ നമുക്ക് എന്തൊക്കെ പറയാം? ആണി പറയാം, പിന്നെ എന്ത് പറയാം, ഇരുമ്പ് അല്ലെ, ഇരുമ്പിന്റെ എല്ലാം അല്ലെ, അതേപോലെ നിക്കല്, കൊബാൾട്ട്, ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണേ. നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഇരുമ്പ്, ഇവയെല്ലാം കാന്തിക വസ്തുക്കളാണ്. അകാന്തികം വരുമ്പോൾ എന്തൊക്കെ പറയാം? തുണി പറയാം അല്ലെ, പേപ്പർ, പ്ലാസ്റ്റിക്, സ്വർണം ഇമ്പോർട്ടന്റ് ആണ്. സ്വർണം എന്ന് പറയുന്നത് ഒരു അകാന്തിക വസ്തുവാണ്. സ്വർണവും കാന്തവും തമ്മിൽ കൂടിച്ചേരില്ല. അപ്പൊ സ്വർണം ഒരു അകാന്തിക വസ്തുവാണ്. അപ്പൊ കാന്തിക വസ്തുക്കൾ എന്താണെന്നും അകാന്തിക വസ്തുക്കൾ എന്താണ് അതിന്റെ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. സിമ്പിൾ ആണ്. കാന്തം ആകർഷിക്കുന്നതാണെങ്കിൽ അത് കാന്തിക വസ്തുവും, കാന്തം ആകർഷിക്കാത്തതിനെയാണെങ്കിൽ അത് അകാന്തിക വസ്തു എന്ന് പറയും. ഇനി നമ്മൾ മാഗ്നറ്റിക്കിന്റെ ധ്രുവങ്ങൾ പറയുവാണ്. നമുക്കറിയാം എപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ ഒരു പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരു ചെറിയൊരു മാഗ്നറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കല്ലൊക്കെ കെട്ടി ഇങ്ങനെ മുറ്റത്തൂടേക്ക് നിറച്ച് കൊണ്ടുവരുന്ന ഇതേപോലെ കുറേ സാധനം നമ്മുടെ ഇതിൽ കിട്ടും. അത് നോക്കാം നമുക്ക്. കാന്തിക ധ്രുവങ്ങൾ അഥവാ മാഗ്നറ്റിക് പോൾസ് എന്താന്ന് നോക്കാം. സാധാരണയായ ഒരു കാന്തത്തിന്റെ ആകർഷണ ബലം കൂടുതൽ അതിന്റെ അഗ്രങ്ങളിലാണ്. ആകർഷണ ശക്തി കൂടിയ ഈ അഗ്രഭാഗങ്ങളാണ് കാന്തിക ധ്രുവങ്ങൾ. ഏതൊരു കാന്തത്തിനും എന്തുണ്ട്? നോർത്ത് പോളും ഉണ്ട്, ഒരു സൗത്ത് പോളും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഏറ്റവും ആകർഷണ ബലം കൂടുതൽ? കാന്തങ്ങളിൽ ഏറ്റവും ആകർഷണ ബലം കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയായിരിക്കും? അത് ധ്രുവങ്ങളിലാണ്. ഓക്കെ ആണല്ലോ. ഇനി കാന്തിക മണ്ഡലമാണ് നമുക്കറിയേണ്ടത്. കാന്തം പ്രയോഗിക്കുന്ന ബലമാണ് എന്ത്? കാന്തിക ബലം. കാന്തത്തിന് ചുറ്റും കാന്തിക ബലം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അതായത് ഇത് എത്രയേ ഉള്ളൂ സംഭവം. നമ്മളിപ്പോ അതെ, ഇവിടെ നമ്മളൊരു മാഗ്നറ്റ് വെച്ചു. നമ്മളിങ്ങനെ ഒരു മാഗ്നറ്റ് വെച്ചിട്ട് ഇവിടെ ഒരു സംഭവം ഒരു ആണി വെച്ചു. ചിലപ്പോൾ എന്തായാലും ഇതിലേക്ക് അട്രാക്ട് ചെയ്യില്ല. പക്ഷെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ആണി ഇവിടെ എത്തിയപ്പോഴേക്കും പെട്ടെന്ന് ഇതിലേക്ക് അങ്ങ് വലിച്ചെടുക്കും. അതായത് ഈ കാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. ഈ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അതിന്റെ ലാസ്റ്റ് എൻഡ് ആയിരിക്കും ഇവിടെ. അതിന്റെ തൊട്ടിപ്പുറത്ത് വെച്ചാൽ പോലും എന്ത് സംഭവിക്കില്ല, അത് അട്രാക്ട് ചെയ്യില്ല. അപ്പൊ ആ ഒരു കാന്തം പ്രയോഗിക്കുന്ന ആ ഒരു കാന്തിക ബലം എത്രത്തോളം പ്രദേശത്തേക്കാണോ അത് കവർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. കണ്ടോ? അതേപോലെ ഈ ഇരുമ്പ് പൊടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഇതൊരു കാന്തിക മണ്ഡലമാണ്. കാന്തിക മണ്ഡല രേഖകൾ എന്ന് പറയും. അതെന്താന്ന് അങ്ങനെ നോക്കാം. ഓക്കെ, ഇനി പറയുന്നത് കാന്തങ്ങളുടെ ഉപയോഗം നിർമ്മാണമാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രിയുടെ ആ ഒരു 2021-22 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞ് നോക്കിയാൽ തന്നെ അറിയാം എത്ര തവണ നിങ്ങൾ ഈ അൽനിക്കോ കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഒത്തിരി തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന അൽനിക്കോ എന്നുള്ളത്. അതായത് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് എന്ത്? അൽനിക്കോ എന്ന് പറയുന്നത്. അതിൽ അൽനിക്കോയിൽ എന്തൊക്കെയാണ് അതിന്റെ ഘടകങ്ങൾ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? അലൂമിനിയം, നിക്കല്, കൊബാൾട്ട്. അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടി ഉണ്ട്? ഇരുമ്പ്. അതും കൂടി കൂടിച്ചേരുമ്പോഴാണ് അത് എന്തുണ്ടാകുന്നത്? അൽനിക്കോ എന്ന് പറയുന്ന ഒരു ലോഹസങ്കരത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി എന്താണ്? കണ്ടോ, വേറെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത്. സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ, നിയോഡിമിയം എന്നിവ കൊണ്ടുണ്ടാക്കിയ വിവിധ തരം കാന്തങ്ങൾ നിലവിലുണ്ട്. കണ്ടോ, ഇവയിൽ നിയോഡിമിയം കാന്തങ്ങളാണ് കൂടുതൽ ശക്തിയുള്ളത്. അപ്പൊ ചോദിക്കാം, അൽനിക്കോയെ കൂടാതെ കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? സമേരിയം, കൊബാൾട്ട്, ഫെറൈറ്റ് റബ്ബർ. ഈ ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് കൂട്ടത്തിൽ പെടാത്ത ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ റബ്ബറിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ്
സ്കിപ്പ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ്? സമീരിയം ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, ഫറൈറ്റ് റബ്ബർ ഉണ്ട്, നിയോഡിമിയം ഉണ്ട്, അൽനിക്കോ. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മണ്ണിലെ കാന്തിക വസ്തുക്കൾ ഉണ്ടോ? ഇത് തന്നെയാണ് സംഭവം. നമ്മുടെ പഴയ ഒരു ലൗഡ് സ്പീക്കറിലൊക്കെ കിട്ടുന്ന ആ ഒരു കാന്തം എടുത്തിട്ട് മണ്ണിലൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു ലോഡ് സാധനം കിട്ടും അതിനുള്ളിൽ. ഓക്കെ, ഇനി പലതരം കാന്തങ്ങളെ പറ്റി പറയുകയാണെ. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് വൺ ലാടകാന്തം. ലാടകാന്തം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, കണ്ട ഇതിങ്ങനെ അടുത്തിരിക്കുന്നതാണ്. സൗത്തും നോർത്തും, അതായത് സൗത്ത് പോളും നോർത്ത് പോളും. പിന്നെ ബാർ കാന്തമുണ്ട്, സിലിണ്ടറിക്കലുണ്ട്, കാന്ത സൂചിയുണ്ട്, ഓവൽ കാന്തമുണ്ട്. ഈ സാധനങ്ങൾ നമ്മളിപ്പോ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ട്രെയിനിൽ എവിടെയായിരുന്നു, കണ്ണൂർ പോയപ്പോഴും കണ്ടു. ഈ ഒരു രണ്ട് സാധനങ്ങൾ ഇങ്ങനെ കുറേ ആയി അത് ഇവിടെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവരിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തരത്തില്ല, ഇങ്ങനെ മുകളിലേക്ക് എറിയുമ്പോൾ അത് നല്ല ഒച്ചയിൽ രണ്ടും കൂടി അങ്ങ് കൂടി ഇങ്ങനെ വരുന്നത്. അപ്പോൾ കുഞ്ഞിന് മേടിച്ചെടുത്തപ്പോൾ അവൻ്റെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു അത്. നോക്കിക്കേ, യു കാന്തം, പിന്നെ എന്താണ് ഡിസ്ക് കാന്തം, റിങ് കാന്തം. ഇങ്ങനെ പല ടൈപ്പ് കാന്തങ്ങളാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി പറയുന്നത് ഈ ഓരോ മാഗ്നറ്റിനും നമുക്കറിയാം എന്തൊക്കെയുണ്ട്. നോർത്ത് പോളുമുണ്ട്, സൗത്ത് പോളുമുണ്ട്, അതായത് കാന്തിക ധ്രുവങ്ങളുണ്ട്. ഭൂമിയുടെ വടക്ക് ദിശയ്ക്ക് നിൽക്കുന്ന അഗ്രത്തെ കാന്തത്തിന്റെ ഉത്തരധ്രുവം എന്ന് പറയുന്നു. ഭൂമിയുടെ തെക്ക് ദിശയ്ക്ക് നിൽക്കുന്ന അഗ്രത്തെ എന്ത് പറയും? ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു. അവയെ NISC എന്നീ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ബാർ കാന്തത്തിൽ ഇത്തരം ധ്രുവത്തെ സൂചിപ്പിക്കാൻ പ്രത്യേക അടയാളം കൊടുക്കാറുണ്ട്. സാധാരണയായി ഒരു വെള്ള സ്പോട്ടാണ് ഉത്തരധ്രുവത്തിൽ അടയാളമായി കൊടുക്കാറുള്ളത്. കണ്ടോ, ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവം രണ്ട് ധ്രുവങ്ങളിൽ ഭൂമിയുടെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഭൂമിയെ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് നമ്മൾ എന്താണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു നൂലിൽ കെട്ടി നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് ഏതാണോ കാണിക്കുന്നത് അതാണ് അതിന്റെ നോർത്ത് പോളായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പണ്ട് കാലങ്ങളിൽ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ വടക്ക് നോക്കി യന്ത്രമില്ല, ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ഒരു മാഗ്നറ്റ് ഉണ്ടായാലും മതി. അത് തന്നെയാണ് ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന വസ്തുവിന്റെ ഉപയോഗവും. അല്ലെ, കടലിലൊക്കെ ചെന്നിട്ട് വടക്കേതാ തെക്കേതാന്ന് നമുക്ക് അറിയാൻ പറ്റൂല്ല. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഒരു വടക്ക് നോക്കി യന്ത്രം നമ്മളിങ്ങനെ എപ്പോഴും കാണിക്കുന്നത്, ഈ സെയിലേഴ്സിന്റെ ഒക്കെ കയ്യിൽ ഉണ്ടാകും ഈ സാധനം. അവരിങ്ങനെ നേരെ എടുത്ത് നോക്കും, അപ്പൊ അവർക്ക് നോർത്ത് ഡയറക്ഷൻ ഏതാന്ന് കാണിക്കും. ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ, നോർത്ത് താഴെയാണെങ്കിൽ സൗത്ത് ആയിരിക്കും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൗത്ത്, അതിന്റെ ഇപ്പുറം ഈസ്റ്റ് ഉണ്ട്, പിന്നെ വെസ്റ്റ് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും ഡയറക്ഷൻ എവിടെയാണ്, ഏതാണ് കിഴക്ക്? നമുക്കിപ്പോ കിഴക്കോട്ടാണ് പോകേണ്ടത്, പക്ഷെ നടുക്കടലിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ കിഴക്ക് ഒന്നും അറിയില്ല. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമുണ്ട്. ഇനി പറയാണ്, കാന്തം പൊട്ടിയാൽ, ഒരു കാന്തം മുറിഞ്ഞ് രണ്ട് കഷ്ണങ്ങളായാലും എന്ത് സംഭവിക്കും? രണ്ടും ഓരോ ചെറു കാന്തങ്ങളായിട്ട് മാറും. അല്ലെ, ഒരു വലിയ മാഗ്നറ്റ് നമ്മൾ ഇങ്ങനെ എടുത്ത് തവിട് പൊടിയാക്കിയാലും അതിൽ ഓരോ പീസിനും എന്തുണ്ടാകും? ഈ പറയുന്ന നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. ഓക്കെ, ഇനി വടക്ക് നോക്കി യന്ത്രത്തിന്റെ ആണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു കേട്ടോ. തെക്ക് വടക്ക് ദിശ. സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും എങ്ങനെയായിരിക്കും? തെക്ക് വടക്ക് ദിശയാണ് അതിന്റെ, അതായത് എന്താണ് അതിന്റെ ഒരു ദിശാ സ്വഭാവമാണ് കേട്ടോ. എന്തായിരിക്കും അതിന്റെ കാരണം എന്നാണ് പറയുന്നത്. അതാണ് കൂടെ കാണിച്ചു തരാം എന്താണ് അതിന്റെ കാരണം. ഈ പറയുന്ന നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു കാന്തമാണ്. ഈ കാന്തത്തിന് ഒരു കാന്തിക മണ്ഡലമുണ്ട്. കണ്ടോ, നമ്മളിപ്പോ നോർമലി നമ്മളൊരു മാഗ്നറ്റ് എടുത്തിട്ട് അതിന്റെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒരു പൊടികൾ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തത് ഇങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ ഇതിങ്ങനെ വരും. അതേപോലെ തന്നെ നമ്മുടെ ഭൂമി എന്ന് പറയുന്നതിനും ഭൂമിക്കും എന്തുണ്ട്? ഒരു നോർത്ത് പോള് സൗത്ത് പോളൊക്കെ ആയിട്ട് ഭൂമി എന്ന് പറയുന്നത് ഒരു വലിയൊരു കാന്തിക വസ്തുവായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഭൂമിയുടെ ഉത്തരധ്രുവം എന്ന് പറയുന്നത് ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഭൂകാന്തത്തിന്റെ ഉത്തരധ്രുവമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന ഇത് എപ്പോഴും എന്ത് ചെയ്യുന്നത്? തെക്ക് വടക്ക് ദിശ നിൽക്കുന്നത്. ഓക്കെ, ഭൂമിയുടെ ഉത്തരധ്രുവം എന്തായിരിക്കും? ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. കണ്ട, ഭൂമിയുടെ ഉത്തരധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവമാണ്. ആ ഒരു പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഭൂമിയുടെ ഉത്തരധ്രുവം ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും ഭൂമിയുടെ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്ന ഭൂകാന്തത്തിന്റെ ഉത്തരധ്രുവവുമായിരിക്കും. ഇനി രണ്ട് കാന്തങ്ങൾ അടുപ്പിച്ച് വെക്കുവാണ് കേട്ടോ. അത് ഇവിടെ നോക്കിക്കേ, അടുത്തടുത്ത് വരുന്ന എന്താണ്? സൗത്ത് ആണ്. ഒരിക്കലും എന്ത് സംഭവിക്കില്ല? തമ്മിൽ ആകർഷിക്കില്ല. അല്ലെ, അതെന്ത് പറ്റും? അത് റിപ്പൽഷൻ നടക്കും, അതായത് എന്താണ്? വികർഷണം നടക്കും, ഇങ്ങനെ അകന്നു പോകും. നമുക്കറിയാം, നമ്മളിങ്ങനെ ചില സമയത്ത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കളിച്ചിട്ടുണ്ടാവും, രണ്ട് ഒരേപോലത്തെ മാഗ്നറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ശക്തിയിൽ നമ്മളിങ്ങനെ രണ്ടും കൂടി നമ്മുടെ രണ്ട് വിരലിൽ പിടിച്ച് രണ്ട് കൈകളിൽ പിടിച്ചിട്ട് അടുപ്പിക്കാൻ നോക്കും. അപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ തെന്നി മാറുന്ന പോലെ തോന്നും. അതായത് ഒരേ ധ്രുവങ്ങളാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? അത് അടുക്കില്ല. ഒന്ന് സൗത്തും ഒന്ന് നോർത്തും ആണെങ്കിൽ എന്തായിരിക്കും? അത് തമ്മിൽ പെട്ടെന്ന് കൂടിച്ചേരും. നോർത്തും, അതായത് ഒരേ ധ്രുവങ്ങളാണെങ്കിൽ എന്ത് സംഭവിക്കില്ല? അത് റിപ്പൾഷൻ സംഭവിക്കും, വികർഷണം സംഭവിക്കും.
വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും, എന്താണ് സജാതീയ ധ്രുവങ്ങളെന്നും, വ്യത്യസ്ത ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്നും പറയുന്നു. സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് എന്തറിയണം? എന്താണ് സജാതീയ ധ്രുവം എന്നറിയണം, എന്താണ് വിജാതീയ ധ്രുവം എന്ന് പറയും. ഒരേ ധ്രുവങ്ങളാണെങ്കിൽ സജാതീയം എന്ന് പറയും. വ്യത്യസ്തമാണെങ്കിൽ അല്ല, ഇതെന്ന് പറയുന്നത് സൗത്തും നോർത്തുമാണ്, വ്യത്യസ്തമാണ്. അപ്പൊ ഇത് വിജാതീയമാണ്. ഒരേപോലെയാണെങ്കിൽ അതിനെന്താണ്? സജാതീയം. സജാതീയമാണെങ്കിൽ എന്ത് സംഭവിക്കും? വികർഷിക്കും, അല്ലെ, അകന്നു പോകും. ഇനി ഒരു ജസ്റ്റ് ഒരു കാന്തത്തിന്റെ ചരിത്രം പറയുകയാണ്, ചുമ്മാ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ മഗ്നീഷ്യ എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. മാഗ്നസ് എന്ന പേരുള്ള ഒരു ആട്ടിടയൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം അഗ്രങ്ങൾ ഇരുമ്പ് ചുറ്റിയ തന്റെ വടി ഒരു പാറപ്പുറത്ത് വെച്ചിട്ട് വിശ്രമിക്കുകയായിരുന്നു. വിശ്രമം കഴിഞ്ഞ പാറപ്പുറത്ത് നിന്ന് തന്റെ വടിയടിക്കാൻ ശ്രമിക്കുമ്പോൾ ആട്ടിടയന് വിചിത്രമായ അനുഭവം ഉണ്ടായി. അതെന്താണെന്നാണ് നോക്കുന്നത്. ഇരുമ്പാണികൾ തറച്ച ബൂട്ടും പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇത് തീർച്ചയായും മാന്ത്രിക പാറ തന്നെ. ഇതിന് മറ്റെന്തോ കാരണങ്ങളുണ്ട്, എന്തോ അദൃശ്യ, അതായത് സംഭവിച്ച ഇത്രയേ ഉള്ളൂ. ഈ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ആ ഒരു വടി എന്ത് ചെയ്യുന്നുണ്ട്? പാറയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുവാണ്. കാര്യം ആ പാറ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ എന്തെങ്കിലും ആയിരിക്കാം. കണ്ടോ? ഇത്തരം പാറകൾ ഇടയന്റെ കമ്പനിയെ മാത്രമല്ല എല്ലാ കാന്തിക വസ്തുക്കളെയും ആകർഷിക്കും. ആട്ടിടയന്റെ പേരിനെ അനുസ്മരിച്ചാണ് ഇത്തരം പാറകളെ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നു. ഇത്തരം തരത്തിൽ കാന്തശക്തിയുള്ള പാറകൾ ഉൾക്കൊള്ളുന്ന മലകൾ ഭൂമിയിൽ പല സ്ഥലത്തുമുണ്ട്. ലോഡ് സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇവ പ്രകൃതിദത്ത കാന്തങ്ങളാണ്. അപ്പൊ എന്താണ് അതിന്റെ മറ്റൊരു പേരാണ്? മാഗ്നറ്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ഒരു ആട്ടിടയൻ വിശ്രമിച്ച് ഈ പറയുന്ന ലോഡ് സ്റ്റോൺ പോലത്തെ ഒരു കല്ലിലായിരുന്നു. ആ കല്ലിൽ വിശ്രമിക്കുമ്പോഴേക്കും അതൊരു പ്രകൃതിദത്ത കാന്തമാണ്. അതുകൊണ്ടാണ് അവന്റെ വടി, ഇരുമ്പ് ചുറ്റിയ വടി അവിടെ എന്ത് ചെയ്യുന്നത്? അത് മേലെ പറ്റിപ്പിടിച്ച് അങ്ങനെ ഇരുന്നത്. അതേപോലെ അവന്റെ ബൂട്ടും എല്ലാ സാധനങ്ങളും അവിടെ പറ്റിപ്പിടിക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് ഒരു ലോഡ് സ്റ്റോൺ ആയിരുന്നു. അപ്പൊ ലോഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രകൃതിദത്ത കാന്തമാണ്. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതിദത്ത കാന്തത്തിന് ഉദാഹരണം എന്തെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ എന്താണ്? ലോഡ് സ്റ്റോൺ ആണ്. ഇനി കാന്തശക്തി പരിശോധിക്കാനുള്ള കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെയാണ് പറയുന്നത്. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് കൂടുതലും എന്താണ്? എക്സ്പെരിമെന്റ്സ് തന്നെയാണ്. അത് ഒന്ന് ഓർത്തിരിക്കണേ. ഇനി പറയുന്നത് കാന്തശക്തി നിലനിർത്താനായിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. കണ്ടോ? കാന്തങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ട് സൂക്ഷിച്ചാൽ അതിന്റെ കാന്തശക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. ഇതിനെയാണ് ബാർകാന്തങ്ങൾ സൂക്ഷിക്കുന്നതിനൊക്കെ എന്താണ്? ഒരു അകാന്തിക വസ്തുവിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഓക്കെ. ഇനി പറയുന്നത് എന്താണ്? വൈദ്യുത കാന്തത്തെ പറ്റിയാണ്. ഞാൻ എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല, നമുക്ക് പഠിക്കേണ്ട PSC പോയിന്റ് ഓഫ് വ്യൂല് മാത്രമാണ് പറയുന്നത്. ചെറുകമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ആണി കാന്തമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തം. ഇതിന്റെ കാന്തിക ശക്തി താൽക്കാലികമാണ്. വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാൽ വൈദ്യുതകാന്തത്തിന്റെ കാന്തിക ശക്തി നഷ്ടപ്പെടും. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാറ്ററി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആണിയിൽ ചുറ്റി വെക്കുവാണ് അതിന്റെ ഇത്, എന്നിട്ട് അത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമ്മൾ ഇങ്ങനെ കറണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഒരു മൊട്ടസൂചി കൊണ്ടുവന്നാൽ പോലും ഇതിലേക്ക് അട്രാക്ട് ചെയ്യും. കാരണം ഇത് എന്തായിട്ട് മാറി? ഒരു കാന്തമായിട്ട്, ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. അതായത് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്നതാണ് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കാന്തം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്നത്? പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഏറ്റവും വലിയ എക്സാമ്പിൾ അവർ കാണിച്ചു തന്നിട്ട് നോക്കിക്കേ. ഈ സാധനം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് നമ്മൾ കൊടുക്കില്ലേ? ജസ്റ്റ് അതിങ്ങനെ മാഗ്നറ്റ് ആണ്, അതിങ്ങനെ ജോയിൻ ചെയ്യുന്നത്. ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് നല്ല പരിചയം ഉണ്ടാകും. നമ്മുടെ വീട്ടിലെ മോട്ടർ, നമ്മുടെ വീട്ടിലെ ബെല്ല് കണ്ടോ? അതേപോലെ എന്താണ് കണ്ടോ? ഡോർ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്, സ്പീക്കർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന വേസ്റ്റ് കൂനകളിലൊക്കെ എന്താണ്? ഇരുമ്പിന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ മാഗ്നറ്റ്. ഇതൊരു വലിയൊരു മാഗ്നറ്റ് ആണ്. ഇതിങ്ങനെ ഇതിന്റെ അകത്തേക്ക് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇരുമ്പിന്റെ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും? ഇതിന്റെ അകത്തേക്ക് പറ്റി പിടിച്ചിരിക്കും. ഓക്കെ. ഇനി ഈ മാഗ്നറ്റിക് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ മറ്റു ഇതൊക്കെയാണ് MRI. എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് മിഷൻ. ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സ്കാൻ ചെയ്യുന്നത്. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളിലെ ഈ മാഗ്നറ്റിക് സ്ട്രിപ്പ്, ഇതൊക്കെ നമ്മുടെ ഉപയോഗം അല്ലേ? മാഗ്ലേവ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഇതിലൂടെ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത്. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? മാഗ്ലേവ് ട്രെയിൻ. അപ്പൊ എന്താണ്? കാന്തശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനിന്റെ പേരാണ് എന്ത്? മാഗ്ലേവ് ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ചാപ്റ്റർ അല്ല ഇത്, പക്ഷെ ഉള്ള പോയിന്റ്സ് എല്ലാം എന്താണ്? നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്.
ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്.